ഹലോ, അസ്സലാമു അലൈക്കും. വല്യമ്മാസ് കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 1 കിലോ ചിക്കൻ വാങ്ങി ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു റോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടാന്ന് എല്ലാം നല്ലോണം കഴുകി നന്നാക്കി വൃത്തിയാക്കി എടുത്തതാണ്. ചെറിയ ചെറിയ പീസാണ്, അധികം കൂടുതൽ വലിയ പീസല്ല. കൂടുതൽ വലുതാകുമ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊന്ന് ഇതുകൊണ്ടൊന്ന് കുത്തി നന്നാക്കി ഓട്ട വരുത്തി വെക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ല മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇതിനെ കൊണ്ടൊന്ന് കുത്തി വെക്കുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാല പിടിക്കുകയുള്ളൂ. ഒക്കെ അതുപോലെ ഓട്ടാക്കി വെക്കണം. നല്ലോണം കുത്തി കത്തി കൊണ്ട് അരിയുമ്പോൾ വലിയ പീസാണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് വരയിടാൻ പറ്റും. ഇത് ഞാനൊക്കെ കൊക്ക് കൊണ്ട് കുത്തി ഒക്കെ ഓട്ട വരുത്തി വെക്കുകയാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിന്, മറ്റുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയൂല. ഇതിന് കുറച്ച് സമയം പിടിക്കും. നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഒക്കെ ഇതുപോലെ കുത്തി വെക്കണം. ഇതൊരു കിലോ ചിക്കനാണ്. ഇതിൽ ഞാൻ എല്ലുള്ള ഭാഗം മാറ്റിക്ക് മാത്രമേ ഉള്ളൂ 1 കിലോ ചിക്കന്. കൂടുതൽ എല്ലുള്ള ഭാഗം മാത്രം നോക്കിക്കേയുള്ളൂ. എല്ലാവരും ഇതൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒക്കെ ഇങ്ങനെ കുത്തി വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈര്. തൈര് വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പുളിപ്പുള്ള മോരാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാനിതൊരു 1/2 ടീസ്പൂൺ ഓർഗാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല, ഞാൻ വീട്ടിലുള്ളതിനെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊരു ഓപ്ഷനാണ്. ഇനി ഞാനതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച നല്ല കുരുമുളക് പൊടിയാണ്. അതിലേക്ക് ഞാനൊരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിവിടെ 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഇടുന്നത്. ശേഷം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇടരുത്, വെളുത്തുള്ളി ചതച്ചത് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റൂ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നാക്കി കലക്കി യോജിപ്പിക്കണം. നന്നാക്കി കലക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കഴുകി നന്നാക്കി വൃത്തിയാക്കി കൊക്ക് കൊണ്ട് കൊത്തി വെച്ച ചിക്കനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുതിർത്തി വെക്കണം. ഈ അരപ്പുകളെല്ലാം അതിന് പിടിക്കുന്നത് വരെ നമുക്കൊരു 5 മണിക്കൂർ ഫീസറിൽ വെക്കണ്ട, നല്ല തണുപ്പുള്ള ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 5 മണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. കൂടുതൽ സമയം വെക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ 5 മണിക്കൂറാണ് വെക്കുന്നത്. ഇത്രയെങ്കിൽ സമയമുള്ളൂ. വൈകിട്ട് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കൊണ്ടിട്ട് ഞാൻ 5 മണിക്കൂറാണ് വെക്കുന്നത്. ഇത്രയും കൂടുതൽ വെക്കുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. ചിലർ അപ്പക്കാരിടും. ഞാനിതിൽ അപ്പക്കാരം ഇട്ടിക്കില്ല. അപ്പക്കാരം ഞാൻ ഉപയോഗിക്കില്ല. എനിക്ക് കിഡ്നീൻ്റെ ചെറിയ അസുഖങ്ങളുള്ളതിനെ കൊണ്ടിട്ട് ഇവിടെ ഞങ്ങൾ അപ്പക്കാരം ഉപയോഗിക്കില്ല. അതുകൊണ്ടിട്ട് അപ്പക്കാരം ഒരു സംഗതിയിലും ഞാനിടലില്ല. ഇനി ഞാനിത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള മാവ് കൂട്ടാന്ന്. മാവ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്താണ് മാവ് പൊരിക്കാൻ പോകുന്ന സമയത്ത്. അതിനിത് ഞാൻ 2.5 സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഇത് കൂട്ടാൻ പാടുള്ളൂ.
മാവ് ആദ്യം കൂട്ടി വെക്കാൻ പാടില്ല, പൊരിക്കാൻ പോകുമ്പോൾ മാത്രമേ മാവ് കൂട്ടാവൂ. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇതിൽ ഇനി ഞാൻ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇടുന്നുണ്ട്. കോൺഫ്ലവർ പൊടി ഇല്ലാത്തവർ പിന്നെ അരിപ്പൊടി ഇട്ടാലും മതി. ഇനി 1.5 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ. ഉപ്പിട്ട് കൊടുക്കണമെന്നില്ല, ഞാൻ അതിൽ മാഗി ഇട്ട് കൊടുക്കുന്നത്. മാഗി കട്ട ഇല്ലെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ മാഗി കട്ട നോക്കിയപ്പോൾ മാഗി കട്ട കണ്ടപ്പോൾ ഞാൻ മാഗി കട്ടാന്ന് ഇട്ട് കൊടുക്കുന്നത്. മാഗി കട്ടയ്ക്ക് ഉപ്പാന്ന് ആയതുകൊണ്ട് ഞാൻ മാഗി കട്ട പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് പാർന്ന് പോയി എടുക്കുന്നുണ്ട്. ഒന്ന് മിക്സാക്കിയതിന് ശേഷം കോഴിമുട്ടയും ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നല്ല തണുത്ത വെള്ളമായിരിക്കണം പാർന്ന് കൊടുക്കേണ്ടി. ഞാനൊരു പാട്ടയിൽ ഫ്രീസറിൽ വെച്ചതാണ്, നല്ലോണം തണുപ്പിച്ചെടുത്തതാണ്. വെള്ളം കട്ടാക്കി എടുക്കേണ്ട, നല്ല തണുപ്പിലാക്കി എടുക്കണം. ആ തണുത്ത വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചിക്കൻ വേഗം പിടിച്ച് കിട്ടും, അല്ലെങ്കിൽ ചിക്കൻ പിടിച്ച് കിട്ടൂല, അതുകൊണ്ടിട്ടാണ്. ഇത് നന്നാക്കി നമ്മൾ കട്ട ഒന്ന് നന്നാക്കി കടഞ്ഞെടുക്കണം. കട്ട കടഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഞാനിത് നന്നാക്കി കടഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടപ്പത്തിരി പിന്നൊക്കെ ചുടുമ്പോൾ തന്നെ നന്നാക്കി കയ്യിൽ കൊണ്ട് കടഞ്ഞെടുക്കണം. ഈ മുട്ടയും ഇതെല്ലാം കൂടി അതിൽ ചേർന്ന് കിട്ടണമെങ്കിൽ നല്ലോണം കടഞ്ഞെടുക്കണം. ഒരു പഴംപൊരിൻ്റെ ഒക്കെ പരുവത്തിലാണ് മാവ് കൂട്ടേണ്ടത്. അധികം കട്ടിയായി പോകരുത്, അധികം നേർത്തും പോകരുത്. ഇതേ പരുവത്തിൽ മാവ് കൂട്ടിയെടുക്കണം. ഞാൻ കട്ട ഒന്നുമില്ലാണ്ട് നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട, ഇങ്ങനെ നന്നാക്കി കടഞ്ഞെടുത്താൽ മതി. ഇനി ഇത് 3ാമത്തെ ട്രിപ്പ് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച വലിയ ജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. നന്നാക്കി മിക്സാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തണുത്ത ചിക്കൻ എടുത്ത് വെച്ച് നന്നാക്കി ആ മാവിൽ ഓരോന്നോരോന്ന് മുക്കിയെടുത്തിട്ട് ഉണ്ടാക്കി വെച്ച പൊടിയിലേക്ക് നല്ലോണം കുഴച്ച് വെക്കുക. കുഴച്ച് വെക്കുകയെന്ന് വെച്ചാൽ ഒരു 3-4 എണ്ണ വെക്കാൻ പറ്റും, കൂടുതലായിട്ട് വെക്കരുത്. ഇനി ഞാനിത് ഒരു നോൺസ്റ്റിക്ക് പാത്രം ഗ്യാസുമ്മൽ വെച്ചൊന്ന് ഗ്യാസ് ഓണാക്കി നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ നല്ലോണം തിളക്കുന്നവരെ കാത്ത് നിൽക്കുക. നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കണം, കൂടുതലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം, അത് മുങ്ങി നിൽക്കണം. ഇനി ഞാൻ ഈ മൈദയിൽ കുഴച്ച് വെച്ച ചിക്കൻ എല്ലാം എടുത്ത് അതിലേക്ക് ഓരോന്നോരോന്നാക്കി ഇട്ട് എടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് കുഴച്ച് സമയം വെക്കാതെ അന്നേരം ഇടാൻ സമയത്ത് മാത്രമേ പൊടിയിൽ മുക്കി വെക്കാവൂ, നനവുണ്ടാകരുത്. ഇനി ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളു വേവില്ല മറ്റ് ചിക്കൻ്റെ, അതുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി ഇത് ഓരോരോ ഭാഗം മറച്ചിട്ട് കൊടുക്കുക. നല്ല അധികം ഗോൾഡൻ ആയി പോകരുത്, ഒരു വിധത്തിലുള്ള ചോപ്പേ പറ്റും, കൂടുതലായിട്ട് കരിഞ്ഞു പോകരുത്. ഇനി ഇത് മൂടി വെച്ച് ഒന്നും കൂടി നല്ലോണം മറച്ചിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കുക. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിൽ ടിഷ്യൂ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കോരിയെടുക്കുക.
ഇതേം കൊണ്ട് കുത്തിയെടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് അരിപ്പക്കോരിയിലേക്ക് കോരിയെടുത്താലും മതി. എണ്ണ നല്ലോണം വാർത്തി കോരിയെടുക്കണം. നല്ലോണം മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈഡ് ചിക്കൻ നല്ലോണം മൊരിഞ്ഞ് വന്ന് നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ആയിക്കുണ്ട്. പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ പലതും കൂട്ടും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒപ്പക്കാരൊന്നും ഞാൻ കൂട്ടിയിക്കില്ല. കുറച്ച് സമയം നല്ലോണം മോരും തൈരിലൊക്കെ ആക്കി വെച്ചാൽ തന്നെ അതിന് സോഫ്റ്റായിട്ടുള്ള പദം വരും. അപ്പക്കാരം കൂട്ടുന്നവർക്ക് കൂട്ടുന്നതിന് ഏതുമില്ല, ഞാൻ കൂട്ടലില്ല. അപ്പക്കാരൊന്നിലും കൂട്ടലില്ല. ഇനി ഒക്കെ കോരി എടുക്കുക. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ തന്നെ ഓരോരോ ട്രിപ്പായിട്ട് പൊരിച്ച് എടുക്കണം. ഇതുപോലെ ഞാനൊക്കെ മൈദയിൽ മുക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മുക്കി എടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടുതൽ സമയമായാൽ നിലത്ത് വന്നിട്ട് ഇത് ഇടക്കായി പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് കുഴച്ചിടണമെന്ന് പറയുന്നത്. ഇനി ഞാനിത് മൂടി വെക്കുന്നുണ്ട്. ഒക്കെ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒക്കെ നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിലേക്ക് പിന്നും കോരി ഒക്കെ കോരി എടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം പല സാധനം കൂട്ടി ഉണ്ടാക്കി എന്നതിലും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് കുട്ടികൾ സ്കൂളും വിട്ട് വരുമ്പോഴേക്കൊക്കെ നമുക്ക് രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ സുഖമാണ്. ഇതാ ഉള്ളത് നല്ലോണം സോഫ്റ്റായിട്ട് ചിക്കൻ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്.